നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിക്കെതിരായ മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിൽ നടപടി. മറിയം ഷിയൂനയെ സസ്പെൻഡ് ചെയ്തു. നടപടി ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ ദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കി ഇന്ത്യൻ സഞ്ചാരികൾ. ഗൂഡല്ലൂരിൽ കുഞ്ഞിനെ കൊന്ന പുലി പിടിയിൽ. കൂട്ടിലാക്കിയത് മയക്കുവെടിവെച്ച്. കൊല്ലണമെന്ന് നാട്ടുകാർ. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛനെ ആക്രമിച്ചത് കൊല്ലാൻ. പാൽരാജ് പ്രകോപനമുണ്ടാക്കിയതായി എഫ്ഐആർ. പ്രതി റിമാൻഡിൽ. അച്ഛൻ ചികിത്സയിൽ തുടരുന്നു. കണ്ണൂരിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് ആലക്കോട് സ്വദേശി. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നതായും കുടുംബം. കൊല്ലത്ത് കനത്ത മഴ. കലോത്സവം തടസ്സപ്പെട്ടു. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരിന്റെ പോരാട്ടം വിട്ടുകൊടുക്കാതെ കോഴിക്കോട്. മേളയ്ക്ക് നാളെ കൊടിയിറങ്ങും. സംസ്ഥാനത്തെ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. മാർച്ചിനുള്ളിൽ നൽകിയില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നീക്കം. ഗോപിനാഥ് മുതുകാടിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം നൽകുന്നില്ലെന്ന ആരോപണം. ഗുരുതര ആരോപണങ്ങളുമായി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ. നിയമ നടപടിക്ക് ശിഹാബ്. വാർത്തയിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിൽ നടപടി. മന്ത്രി മറിയം ഷിയൂനയെ സസ്പെൻഡ് ചെയ്തു. ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. മറിയം ഷിയൂന പിന്നീട് പരാമർശം പിൻവലിച്ചു. മനു ഭരത്തിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുള്ള മാൽദ്വീപ്സിലെ ഒരു ഉപമന്ത്രിയുടെ ട്വീറ്റ് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. രാജ്യമെമ്പാടും പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ അലയടിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലിദ്വീപിലേക്കുള്ള യാത്ര റദ്ദു ചെയ്യുന്നു. ഈ ട്വീറ്റ് പുറത്തു വന്നതിന് തൊട്ടുപുറകെ 8000-ലധികം ഇന്ത്യൻ സഞ്ചാരികൾ മാൽദ്വീപിലേക്കുള്ള യാത്ര റദ്ദു ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടേക്കുള്ള 8000-ഓളം ഹോട്ടലുകളുടെ ബുക്കിംഗ് അവർ റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ 2500-ലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന വിവരവും പുറത്തു വരികയാണ്. മാൽദ്വീപ്സിലേക്കുള്ള യാത്ര റദ്ദാക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ എല്ലാം തന്നെ എന്നതും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മാൽദ്വീപ്സിൽ നിന്നുള്ള ഈ യുവജനക്ഷേമ കാര്യം അതുപോലെ യുവജന ശാക്തീകരണ വകുപ്പുകളൊക്കെ നോക്കുന്ന മറിയം ഷിയൂനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത്. ഇസ്രയേലിൻ്റെ കളിപ്പാവയാണ് പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് അവർ നടത്തിയത്. അത് വലിയ ഒരു അതൃപ്തിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിവരം രാജ്യം മാൽദ്വീപ്സിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ പ്രതിഷേധം അലയടിച്ചൊരു സാഹചര്യത്തിൽ മാൽദ്വീപ് സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് ഒരു മന്ത്രിയുടെ വ്യക്തിപരമായ ഈ അഭിപ്രായം സർക്കാരിൻ്റെ അഭിപ്രായമായി വിലയിരുത്തരുത് എന്നാണ് മാൽദ്വീപ് സർക്കാർ ഈ വിഷയത്തിൽ അവർ ഒരു വിശദീകരണമായി നൽകുന്നത്. ഈ ലോകത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ വ്യക്തിപ്രഭാവമുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ മാൽദ്വീപിൽ നടപടികൾ ഉണ്ടാകും. അത്തരം പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് മാൽദ്വീപ് സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഏതായാലും ഇന്ത്യ മാൽദ്വീപ് ബന്ധം പുതിയ ഭരണകൂടം മാൽദ്വീപിൽ അധികാരത്തിൽ വന്നതോടുകൂടി മുഹമ്മദ് മൊയ്സുവിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ചെറിയ തോതിൽ അത് ബാധിക്കപ്പെടുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരം ഒരു ട്വീറ്റ് വന്നത്. ചൈനീസ് സർക്കാരുമായി കൂടുതൽ അടുപ്പം മാൽദ്വീപ് സർക്കാർ കാണിക്കുന്നു എന്നത് വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയും മാൽദ്വീപ്സും കുറേ കാലങ്ങളായി തന്നെ അടുത്ത ബന്ധം പുലർത്തി.
അവിടെ സമാധാന ശ്രമങ്ങൾക്കൊക്കെയുള്ള കൂട്ടായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് മാറ്റം പുതിയ ഭരണകൂടം വരുത്തുന്നു എന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാമർശം മാലദ്വീപ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഒരു പ്രശ്നങ്ങളെ ഒരല്പം തണുപ്പിക്കുമെങ്കിലും ഈ ഉപമന്ത്രി മറിയം ഷിനുവയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകും. അന്താരാഷ്ട്ര സമൂഹം തന്നെ ശക്തമായി ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നാണ് കണക്കാക്കേണ്ടത്. മനോഭാരത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രതി പാൽരാജിനെ റിമാൻഡ് ചെയ്തു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച പാൽരാജിന്റെ കുടുംബം രംഗത്തു വന്നു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തശ്ശിനെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പാൽരാജ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. അനാവശ്യ പ്രകോപനമുണ്ടാക്കിയത് പാൽരാജ് ആണെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ തെളിവെടുപ്പിന് ശേഷം പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പാൽരാജിനെ റിമാൻഡ് ചെയ്തു. എന്നാൽ കേസ് അടിസ്ഥാനരഹിതമാണെന്നാണ് ഇയാളുടെ ബന്ധുക്കളുടെ ആരോപണം. ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ തുണി ബട്ടൺസ് വെക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴാണ് അവർ രണ്ടുപേരും വന്ന് എന്റെ അച്ഛനെ എടാ എന്ന് വിളിച്ച് നേരിട്ട് പോയി അച്ഛനെ അവിടെ നിന്ന് അവർ രണ്ടുപേരും വന്ന വണ്ടിയിൽ ഇറങ്ങി അച്ഛൻ നടന്നു പോകുമ്പോ ഇറങ്ങി ഓടിച്ചെന്ന് അടിക്കുക. 14-ാം തീയതി അർജുനെ വിടുതല ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങള് പേടിച്ചു ഒതുങ്ങി ഇങ്ങനെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഞങ്ങൾ ഓരോരുത്തരും പേടിച്ചു നടക്കുന്ന. എന്റെ കെട്ടിവനെ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. ദയവ് ചെയ്ത് ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. എന്റെ കുടുംബം മൊത്തം ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ തുടർച്ചയായി പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഗൂഡല്ലൂരിൽ 3 വയസ്സുള്ള കുഞ്ഞിനെയും മറ്റൊരാളെയും കൊന്ന വില്ലൻ പുള്ളിപ്പുലിയെ പിടികൂടി. പുലിയെ കൂട്ടിലടച്ചു. വനംവകുപ്പ് മണിക്കൂറുകളെടുത്താണ് പുള്ളിപ്പുലിയെ പിടിച്ചത്. അംബ്രോസ് വളവിന് സമീപത്ത് നിന്നാണ് പുലിയെ പിടികൂടിയത്. ഉച്ചയ്ക്ക് 1:55-ന് പുലിയെ മയക്കുവെടി വെച്ചിരുന്നു. തേയിലത്തോട്ടത്തിൽ കളിക്കുകയായിരുന്ന 3 വയസ്സുകാരി നാൻസിയെ പുലി ആക്രമിച്ചത് ശനിയാഴ്ച. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേരത്തെ ഒരു സ്ത്രീയും പുലിയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. ഡിസംബർ 21 മുതൽ ഇത്തരത്തിൽ പുലിയുടെ ആക്രമണത്തിന് ഇരയായത് 5-ലധികം പേർ. ഇതോടെ പുലിയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. നീലഗിരി, പന്തല്ലൂർ താലൂക്കുകളിൽ പ്രതിഷേധ സൂചകമായി കടകൾ അടച്ചു. ഗൂഡല്ലൂർ താലൂക്ക്, പന്തല്ലൂർ താലൂക്കിൽ ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഉപ്പത്തിയിൽ ഇന്നലെ വൈകുന്നേരം തുടക്കം കുറിച്ച ഈ സമരം ആ പുലിയെ വെടിവെച്ച് കൊല്ലുന്നതുവരെ തുടരും എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളും സമരത്തിന്റെ മുഖത്തിൽ അണിനിരന്നിരിക്കുകയാണ്. മൃഗങ്ങളെക്കാൾ ജീവിക്കാൻ അവകാശമുള്ളത് ജനങ്ങളാണ് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്നത്. തേയില തൊഴിലാളികളെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തേയിലത്തോട്ടത്തിൽ പുലിയെ തെരയാൻ മധുമലൈ ടൈഗർ റിസർവിൽ നിന്ന് കുങ്കിയെ എത്തിച്ചു. തേയിലത്തോട്ടത്തിൽ പല സ്ഥലങ്ങളിലായി വനം വകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു. ന്യൂസ് 18 തമിഴ്നാട്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. കന്നിമലൈ എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. അർദ്ധരാത്രി 12 മണിയോടെ എത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ ഈ ഭാഗത്ത് ചുറ്റിത്തിരിയുകയാണെന്ന് പ്രദേശവാസികൾ പറയും. തൃശൂർ കൊരട്ടിയിലെ കോഴി ഫാമിൽ തെരുവുനായ ആക്രമണം. 200ഓളം ഇറച്ചി കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. കൊന്നൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം.
രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാം ഉടമ സംഭവം അറിയുന്നത്. 200ഓളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുകയായിരുന്നു. പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെയായിരുന്നു. ഇതിൻ്റെ മൊത്തം പട്ടികൾ എല്ലാ ദിവസവും ഇതിൽ കൂടെ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വീട്ടുകാരെയും കോഴികൾ പിടിക്കുന്നതാണ്. നിറച്ചൊരു ഏകദേശം 6-7 പട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അകത്ത് കയറി എല്ലാത്തിനും കൊന്നിട്ട് പോയി. നമുക്കൊന്നും ചെയ്യാനില്ല. ആകെ കൂടിയുള്ളത് വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. കോരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നായ്ശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു. ഒക്കെ പട്ടികളെ ഭയങ്കര ശല്യമാണ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പട്ടികൾ രാത്രി ഒന്ന് കോഴിനെ കൊല്ലുന്ന ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ധനസഹായം ഇവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്ഥലം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, പണിയെടുക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഞാൻ മൃഗ ഡോക്ടറെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യണം. കോരട്ടി കോനൂർ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. നേരത്തെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കൂവക്കാട്ട് കുന്നിലെ സ്വകാര്യ ഫാമിലെ 250ഓളം കോഴികളെ കുറുനരി കടിച്ചു കൊന്നിരുന്നു. ന്യൂസ് 18 തൃശൂർ. കണ്ണൂർ ആലക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്തു. പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറയ്ക്കലാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന് കുടുംബം പറയുന്നു. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു കർഷകനെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. താളം തെറ്റി കാരുണ്യ പദ്ധതി. പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറുമെന്നാണ് സൂചന. 400 കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്ത് 400-ലധികം സ്വകാര്യ ആശുപത്രികളാണ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചികിത്സ നൽകിയിരുന്നത്. എന്നാൽ കുടിശ്ശികയായതോടെ 150-ലധികം ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ താളം തെറ്റിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 400 കോടിയിലധികം രൂപയായതോടെ പല ആശുപത്രികളും പദ്ധതിയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. മുൻപ് 411 ആശുപത്രികളിലായിരുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സാ സേവനം ലഭിച്ചിരുന്നുവെങ്കിൽ ആ പദ്ധതിയിൽ നിന്നും 150ഓളം ആശുപത്രികൾ ഇതിനോടകം പിന്മാറിക്കഴിഞ്ഞു. ഇതേ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മാർച്ചോടെ കൂടുതൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഒരുപക്ഷെ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഏക സ്ഥലം. സർക്കാരിനെ സംബന്ധിച്ചോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. 20 ലക്ഷം മുതൽ 20 കോടി വരെ കുടിശ്ശികയുള്ള ആശുപത്രികളാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കുന്നവരിൽ ഏറെയും. നമുക്ക് 2.5 കോടി രൂപക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടുകൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകളനുസരിച്ച് 100 കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക്, ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെ ഇത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള നിരക്ക് 10 വർഷം മുൻപത്തെയാണെന്നും ഇവർ പറയുന്നുണ്ട്. 2022 ശേഷം നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിൽ വന്നിട്ടില്ല. ഇപ്പോഴും പഴയ നിരക്കിൽ തന്നെയാണ് ഈ ആശുപത്രികളുമായിട്ടുള്ള കരാറിലെ തുക എന്ന് ഇവർ പറയുന്നു. ഇത് ഓരോ ചിലവുകൾക്കും 10-12 വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഉള്ള ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഈ രോഗികളും ആശുപത്രി മാനേജ്മെന്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം. മാർച്ചോടെ ഈ ഒരു സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള ഫണ്ടിൽ കുറച്ചെങ്കിലും നൽകിയില്ലെങ്കിൽ, ഈ നിരക്കിൽ വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന, സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമാകുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഒരുപക്ഷെ അവശേഷിക്കുക. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.
കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 8നോട്. കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വല്ലാത്ത ഒരു അശനിപാതം പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിരന്തരമായി ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയാം, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും. ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടി കൂടിയാണ് പോകുന്നത്. എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതിയാണ് ഇരിക്കുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ മനയേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈര്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും. അർഹമായത് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത്, അവർ തരേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ 2-3 തരം പരാതികളുണ്ട്. ക്വിക്കായിട്ട് എടുക്കേണ്ടതുണ്ട്, ചിലത് കുറച്ച് സമയമെടുക്കും. ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ച് നോക്കിയാലേ പറ്റൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ CP ഷിഹാബ്. സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം പോലും നൽകുന്നില്ലെന്ന് ഭിന്നശേഷിക്കാരൻ കൂടിയായ ഷിഹാബ് ആരോപിക്കുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് 5ഉം 6ഉം ഷോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഏകദേശം 2:30 ആവുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു, അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മാറി നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ. അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം, കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവർ MR ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ്, ഓട്ടിസം ഉള്ള കുട്ടികളാണ്, ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ചെറിയൊരു ഹോളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കണം. അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ഭക്ഷണ സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അതിന്റെ പേരിൽ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു. താൻ വ്യക്തിപരമായി അനുഭവിച്ച മാനസിക പീഡനവും നീതി നിഷേധവും ചൂണ്ടിക്കാട്ടി അക്കാദമിക്ക് കത്ത് നൽകിയിട്ടും നാളിതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഭയം കൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്. കുട്ടികളുടെ ദൈന്യത പ്രകടിപ്പിച്ച് പരമാവധി ഫണ്ട് സ്വരൂപിക്കുകയാണ് ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നതെന്നും ഷിഹാബ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ 25 കുട്ടികളെ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ 25 കുട്ടികളിലെ അവസാനം വന്ന 20 കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നിങ്ങളും ഈ കളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല. കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ 20 കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് 25 കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 25 കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, എനിക്കിവിടെ പറയാൻ വോയിസ് ഇല്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട്, അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും ജീവൻ അപകടത്തിൽപ്പെടുത്താനും ശ്രമമുണ്ടാകുമെന്നും ഷിഹാബ് പറഞ്ഞു. പരാതികളുമായി നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഷിഹാബിന്റെയും സുഹൃത്തുക്കളുടെയും തീരുമാനം. ന്യൂസ് 18 കൊച്ചി. കൊല്ലോത്സവം അവസാന മണിക്കൂറുകളിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കണ്ണൂർ. കോഴിക്കോട് 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. കനത്ത മഴ മൂലം കലോത്സവ നഗരിയിലെ പ്രധാന വേദിയിൽ താൽക്കാലികമായി നിർത്തിവെച്ച മത്സരങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വേദിയുടെ വശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്.
പോയിന്റ് പട്ടികയിൽ കണ്ണൂരാണ് മുന്നിൽ 796 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. കോഴിക്കോട് തൊട്ടുപിന്നിൽ 791 പോയിന്റ്, പാലക്കാട് 785 പോയിന്റുമായി കോഴിക്കോടിന് പിന്നിലുണ്ട്. തൃശൂർ 768 പോയിന്റ്, മലപ്പുറം 757. കനത്ത മഴ മൂലം മത്സരങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി എങ്കിൽ പോലും നമുക്കിപ്പോൾ കാണാം വലിയ ആളുകളുടെ പങ്കാളിത്തമുണ്ട്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി എത്തുമെന്ന് കരുതിയിരുന്നു. പക്ഷേ മഴയാണ് വില്ലനായിരിക്കുന്നത്. വലിയ വെള്ളക്കെട്ട് പ്രധാന വേദിക്ക് ഇരുവശത്തുമായി ഉണ്ട്. അത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മത്സരാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും ഇതുപോലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പെയ്തത്. അതിലാണ് ഈ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ആളുകളുടെ വലിയ പങ്കാളിത്തം ഞായറാഴ്ച ദിവസം കൂടിയായ ഇന്ന് പ്രധാന വേദിയിലും മറ്റ് മത്സരങ്ങൾ നടക്കുന്ന വേദികളിലുമൊക്കെ ഉണ്ട്. അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ മാനുവൽ പ്രകാരമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാനുവൽ പരിഷ്കരണത്തിനുള്ള സമിതി ഉടൻ രൂപീകരിക്കും. അപ്പീലുകളുടെയും സമ്മാന തുകയുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ 2-3 വർഷക്കാലം പ്രയത്നിച്ച ആളുകളായിരിക്കുമല്ലോ ഈ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി. അത് കൊടുക്കുന്ന ഫണ്ടെല്ലാം ചെറിയ ഫണ്ടാണ്, 1000 രൂപയാണ് കൊടുക്കുന്നത്. അതെല്ലാം കാലോചിതമായി എങ്ങനെ കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഇടവേള.